തിരുനാളാണ്. അപ്പം നമ്മളെപ്പോഴും ഇതിനെ കരുണയുടെ തിരുനാൾ എന്നാണ് പറയുന്നത്, അല്ലേ? കരുണയുടെ തിരുനാൾ. പക്ഷേ ഈശോ ആവശ്യപ്പെട്ടിരിക്കുന്നത് വെറും കരുണയുടെ തിരുനാൾ എന്ന് പറയരുത്, ദൈവ കരുണയുടെ തിരുനാൾ എന്നാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. ഡിവൈൻ മേഴ്സിയാണത്, വെറും മേഴ്സി അല്ല, ഡിവൈൻ മേഴ്സി. അപ്പോൾ ഡിവൈൻ മേഴ്സി, ദൈവ കരുണ. 2000 ആണ്ടിലാണ് സഭയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈ തിരുനാൾ പ്രഖ്യാപിച്ചത്. ഫൗസ്റ്റീന പുണ്യവതിയിലൂടെ നൽകപ്പെട്ട വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ AD 2000 മാർപ്പാപ്പ ഇത് യൂണിവേഴ്സൽ ഫീസ്റ്റായിട്ട് പ്രഖ്യാപിച്ചു, ശുശ്രൂഷയായിട്ട് ഒരു തിരുനാളായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ കർത്താവ് ആവശ്യപ്പെട്ടത് ഇങ്ങനെയായിരുന്നു. അതായത് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഈശോയുടെ കുരിശ് മരണത്തെ ധ്യാനിക്കും. പിന്നീട് ഈസ്റ്ററിന് നമ്മൾ ഈശോ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നമ്മെ വിടുവിച്ചതിനെ കുറിച്ച് ധ്യാനിക്കും. അപ്പോൾ യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തര ഫലമായി യോഹന്നാൻ ഒരു കാഴ്ച കണ്ടു. പടയാളികളിൽ ഒരുവൻ ഒരു കുന്തം കൊണ്ട് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തുമ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകുന്നതായി യോഹന്നാൻ കണ്ടു. അപ്പം അങ്ങനെ രക്തവും വെള്ളവും ഒഴുകുന്നതായി കണ്ടപ്പോൾ ഈശോ അതിനെ ആ വചനഭാഗത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് ഫൗസ്റ്റീനോട് പറയുന്നത്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാനവരാശിക്ക് മുഴുവനായിട്ടും ഒഴുകിയ രക്തവും ജലവും. അതിൽ ഒരു മനുഷ്യാത്മാവ് ശരണപ്പെടുമ്പോൾ കർത്താവ് കുരിശിൽ പാപികളായ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത് വഴി മാനവകുലത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണ ഒഴുകി ഇറങ്ങിയപ്പോൾ ആ കരുണയിൽ ആര് ശരണപ്പെട്ടാലും അവർക്ക് പരിപൂർണമായ പാപമോചനം ലഭിക്കും. ഇതാണ് ഈ ദൈവകരുണയുടെ തിരുനാളിൻ്റെ ഏറ്റവും ലളിതമായ വിശദീകരണം. അതുകൊണ്ടാണിത് ഈസ്റ്റർ കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന ഞായറാഴ്ച ആചരിക്കണമെന്ന് ഈശോ ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ സാങ്കത്യം ഇതാണ്. കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവം, മരണം, ഉത്ഥാനം ധ്യാനിച്ചതിന് ശേഷം ആ കൃപകളെല്ലാം സ്വീകരിച്ച ഒരു ആത്മാവിലേക്ക്, ആ അന്തരാത്മാവിലേക്ക് ഇനി ഒഴുകി ഇറങ്ങുന്നത് എന്താണ്? ദൈവത്തിൻ്റെ അനന്തമായ കരുണ. ഇത് ആരിലേക്കാണ് ഒഴുകി ഇറങ്ങുന്നത്? ഈശോയുടെ പീഡാനുഭവത്തിലും കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും അതിൻ്റെ യോഗ്യതകളിലും ആശ്രയിക്കുന്ന, വിശ്വസിക്കുന്ന, ഈ രണ്ട് വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വസിക്കുന്ന, ആശ്രയിക്കുന്ന ഒരാത്മാവിലേക്ക് അനന്തമായ ദൈവത്തിൻ്റെ കരുണ ഒഴുകിയിറങ്ങും. ഇത് വിശ്വസിക്കുന്ന ഒരാത്മാവിന് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ അനുവാദമുള്ളൂ, ഇനി തിരുനാൾ ആഘോഷിക്കാൻ അനുവാദമുള്ളൂ. ഇത് വിശ്വസിക്കാത്ത ഒരാത്മാവിന്, യേശുവിൻ്റെ കുരിശുമരണത്തെ വിശ്വസിക്കാത്ത ഒരാത്മാവിന് ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, ദൈവകരുണയുടെ ചിത്രം പ്രചരിപ്പിക്കുമ്പോൾ കർത്താവ് ആവശ്യപ്പെട്ടൊരു കാര്യം ഇതാണ്. അതിനകത്ത് പ്രധാനമായിട്ടും ഉണ്ടാവേണ്ടത് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന 2 രശ്മികൾ ഉണ്ടാവണം. ഒരു ചുവന്ന രശ്മി, പിന്നെ ഒരെണ്ണം ഒരു പെയിൽ വൈറ്റ്, ഒരു വെള്ള രശ്മി. ഒന്ന് യേശുവിൻ്റെ തിരുരക്തത്തെയും മറ്റേത് യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകിയ തിരുജലത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒഴുകി ഇറങ്ങുന്ന കരുണയെ യേശുവിൻ്റെ രക്തത്തിലൂടെയും യേശുവിൻ്റെ തിരുജലത്തിലൂടെയും കർത്താവ് കീറിമുറിക്കപ്പെട്ടതിലൂടെ ഒഴുകി ഇറങ്ങുന്ന ദൈവകരുണയെ ഒരു വ്യക്തി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോഴാണ് ആ വ്യക്തിക്ക് സമ്പൂർണ്ണമായ പാപമോചനമാണ് ലഭിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഈ ഛായാചിത്രത്തിൻ്റെ അടിയിൽ എപ്പോഴും, ആ ചിത്രത്തിൻ്റെ അടിയിൽ എപ്പോഴും എഴുതി വെച്ചിരിക്കണം എന്താണ്? ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ആ ട്രസ്റ്റിനകത്താണ് എല്ലാ കാര്യം കിടക്കുന്നത്. ആ ഒറ്റ വാക്കിനകത്താണ് ഈ ദൈവകരുണയുടെ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിടക്കുന്നത്. ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കിനകത്താണ്. ആശ്രയിക്കുക, അല്ലെങ്കിൽ മലയാളത്തിൽ അതങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കർത്താവേ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ശരണപ്പെടുന്നുണ്ടോ? ട്രസ്റ്റ് ചെയ്യുന്നോ? ഈശോയിൽ ട്രസ്റ്റ് ചെയ്യുന്നോ? അപ്പോൾ ആ ട്രസ്റ്റിനകത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ തിരുരക്തവും തിരുജലവും. അപ്പോൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? അത് കർത്താവ് നമുക്ക് വേണ്ടി സമർപ്പിച്ച ആ ബലിയർപ്പണത്തെ സൂചിപ്പിക്കുന്നു. അത് കുദാശകളിലൂടെ ഒഴുകി ഇറങ്ങുന്ന ദൈവത്തിൻ്റെ അനന്തമായ കരുണയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി ഈ ഛായാചിത്രത്തിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം വിശ്വസിക്കണം. എന്താ വിശ്വസിക്കേണ്ടത്? യേശുവേ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു, യേശുവേ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. അപ്പോൾ ഇത് വിശ്വസിക്കാത്ത ഒരു ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ അനന്തമായ കരുണ ഒഴുകി ഇറങ്ങില്ല. ഇത് വ്യക്തമല്ലോ. ഇത് ഫണ്ടമെൻ്റൽ ലളിതമായ കാര്യമാണ്, ഏറ്റവും പ്രിലിമിനറിയ കാര്യമാണ്. ഇത് മനസ്സിലാവുമെന്ന് വിചാരിക്കും, പക്ഷേ അത് ശരിക്കും ബോധ്യപ്പെടണം. ആരിലാണ് ഈ കരുണ വെളിപ്പെടുന്നത്? ആശ്രയിക്കുന്ന ഒരാളിൽ. ദൈവകരുണയുടെ തിരുനാളിന് ഒരുങ്ങേണ്ടത് എങ്ങനെയാണെന്ന് 2002 ജൂൺ 29 വത്തിക്കാനിൽ നിന്ന് പുറപ്പെടുവിച്ച ഒരു പ്രബോധനമുണ്ട്. 2002 ജൂൺ 29 വത്തിക്കാനിൽ നിന്ന് തിരുസഭയുടെ കേന്ദ്ര ആസ്ഥാന കാര്യാലയത്തിൽ നിന്ന് ദൈവകരുണയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടത് എങ്ങനെയാണെന്ന് പുറപ്പെടുവിച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ആ നിർദ്ദേശങ്ങളിൽ ചിലത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഒന്നാമത്തേത്, വൈദികരോട് പറയുകയാണ്, ദൈവകരുണയുടെ തിരുനാളിനെക്കുറിച്ചും ആ തിരുനാളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ ലഭിക്കുന്ന കൃപകളെക്കുറിച്ചും വിശ്വാസികളെ മുൻകൂട്ടി അറിയിക്കുകയും ഒരുക്കുകയും ചെയ്യണം. ഇപ്പോൾ നമ്മുടെ സഭയിൽ അല്ലാത്ത ചില ആളുകൾ ചിലപ്പോൾ ഇത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, ഇങ്ങനെ ദൈവകരുണയുടെ തിരുനാൾ. നമുക്കിനി നമ്മുടെ മുമ്പിൽ കുറച്ച് ദിവസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരുങ്ങണം, നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരുങ്ങണം. ഇത് അറിഞ്ഞിട്ടില്ലാത്ത എല്ലാവരിലേക്കും ഇത് എത്തിക്കണം. അടുത്ത കൊല്ലം ആരുണ്ടെന്ന് ആർക്കറിയാം, അല്ലേ? അപ്പോൾ നമുക്കൊരു നിശ്ചയമില്ലല്ലോ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. പച്ചപരമാർത്ഥം പോലെ, അല്ലേ, അച്ചസ്ഫടിക വെള്ളം പോലെ നമുക്ക് തെളിഞ്ഞ യാഥാർത്ഥ്യമാണ് എന്ത്? നമുക്കിനി ആർക്ക് ആയുസ് ഉണ്ടെന്നൊന്നും ആർക്കും അറിയാൻ